ദുബായിലെ ഫ്രീ സോൺ എയർപോർട്ട് പോലെ തന്നെ കേരളത്തിലും ഫ്രീ സോൺ മാതൃക സൃഷ്ടിക്കാൻ ആലോചിക്കുന്നതായി മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ദുബായിൽ അറിയിച്ചു. ദുബായ് ഫ്രീ സോൺ എയർപോർട്ടിലെ ഓഫീസിൽ ഉന്നതാധികാരികളുമായി ചേർന്ന യോഗത്തിലാണ് ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്തത്. കേരളത്തിൽ കൊച്ചിയിലും കണ്ണൂരും ഫ്രീ സോൺ മാതൃക നടപ്പാക്കാനാണ് ലക്ഷ്യമിടുന്നത്. ഇതിനായി കേരളത്തിലെ നേതാക്കളുമായി ചർച്ച നടത്തണം. ആവശ്യമെങ്കിൽ ദുബായ് ഫ്രീ സോൺ എയർപോർട്ടിനെ കുറിച്ച് പഠിക്കാൻ ഒരു വിദഗ്ധ ടീമിനെ അയക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. So we had a very good discussion, and in Kerala also we want to develop a free zone airport. We discuss in details, and we will discuss with our colleagues in Kerala. Actually, we want to create airports free zone in Kochi and Kannur. The preliminary discussion is over. After our consultations with our colleagues in Kerala, if necessary, we send a team from Kerala. ഇതിനായി ദുബായിലെ ഫ്രീ സോൺ അധികാരികളുടെ മേൽനോട്ടത്തിലായിരിക്കും പദ്ധതികൾ തയ്യാറാക്കുക. ലോകത്തിലെ തന്നെ ഏറ്റവും നല്ല ഫ്രീ സോണാണ് ദുബായിലേതെന്ന് MA യൂസഫ് അലിയും പറഞ്ഞു. നിലവിൽ ഇന്ത്യയിൽ നിന്നും 96 കമ്പനികൾ ദുബായ് എയർപോർട്ട് ഫ്രീ സോണിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതിൽ 90% ടെക്നോളജി മേഖലയിലാണെന്ന് ദുബായ് എയർപോർട്ട് ഫ്രീ സോൺ മേധാവിയും അറിയിച്ചു. കൂടാതെ കേരളത്തിൽ കാക്കനാട് കേന്ദ്രമായി ഇലക്ട്രോണിക്സ് പ്രിന്റഡ് പാർക്ക് തുടങ്ങുന്നതിനെ പറ്റിയും ചർച്ച നടന്നു. കേരളത്തിൽ തുടങ്ങുന്ന ഇലക്ട്രോണിക്സ് പ്രിന്റിംഗ് പാർക്കിൻ്റെ കാര്യത്തിൽ സംസ്ഥാന ഗവൺമെൻറ് വേണ്ട എല്ലാ സഹായവും കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ദുബായ് സിലിക്കോൺ ഒയാസിസിലും പാർക്ക് തുടങ്ങാനും പദ്ധതിയുണ്ട്. ഇതിനുവേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കാമെന്ന് ഇവിടുത്തെ അധികാരികൾ സമ്മതിച്ചതായും മുഖ്യമന്ത്രി അറിയിച്ചു. ജീവൻ ന്യൂസ്, ദുബായ്.